എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ ഏതോ യൂണിവേഴ്സിൽ നടന്ന ഏതോ ഒരു കഥയും ഏതോ ഒരു കഥയിൽ നടന്ന ഏതോ ഒരു പ്രതികരണത്തെയും കുറിച്ചിട്ടാണ്. എന്തിനാണ് പറയാൻ പോകുന്നതെന്ന് എനിക്കും അറിയില്ല, എന്തിനാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അതായത് അലൻ ജോസ് പെരേര രേണു സുധി വിഷയം ഇപ്പൊ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനത്തിൽ രേണുവിന്റെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു ബിഗ് ബോസിലൊക്കെ പോയി ഭയങ്കര സൂപ്പർ സ്റ്റാറായി മാസഡ് ആയിട്ട് പുള്ളിക്കാരി തിരിച്ചു വന്നു. പക്ഷെ ബിഗ് ബോസിനകത്തൊന്നും ചെയ്യാതെയാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി ഫേമസ് ആയിട്ട് നടക്കുന്ന സമയത്ത് അലൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഒരു വർക്കുണ്ട് ചേച്ചി, എൻ്റെ വർക്കിനകത്ത് ചേച്ചി വന്ന് അഭിനയിക്കുക ചേച്ചി, 2 മണിക്കൂറത്തെ വർക്കിന് 10,000 രൂപ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി തിരിച്ചെന്ത് പറഞ്ഞു, ഊള ചെറുക്ക, ഞാൻ ഈ 10,000-ന്റെ വർക്കൊന്നും ചെയ്തില്ല, നിന്നെപ്പോൾ ഉള്ള വർക്കൊന്നും ചെയ്തില്ല, ഞാൻ ഇപ്പൊ ബെഡ ആളാണ്, ഞാനിപ്പോ വലിയ ആളാണ്, ഞാൻ ആ വലിയ വർക്കുകൾ മാത്രമേ ചെയ്യൂ എന്ന് രേണു പറഞ്ഞു എന്നാണ് അലൻ പറയുന്നത്. അതിനിപ്പോ രേണുവിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അലൻ പറയുന്നതും ഇതിന്റെ മറ്റു കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. അലമനെ പറടാ. കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് രേണു സുധിനെ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു, രേണു ചേച്ചി. അപ്പോൾ ബിഗ് ബോസ് തവണ രേണു ചേച്ചിയെ വിളിച്ചായിരുന്നു നമ്മുടെ ഷോഫി മാറിനെ വെച്ചിട്ട്. അപ്പോ പുള്ളിക്കാരി എന്നെ കുറിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്തു, നേരിലും 1-2 ആൽബത്തിലൊക്കെ വർക്ക് ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ, 1-2 ആൽബത്തിലൊക്കെ രേണു ഇവന്റെ കൂടെ വർക്ക് ചെയ്തു, അത് നമ്മൾ കണ്ട സാധനമാണ്. പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോഴത്തേനും രേണു പറഞ്ഞു, നീ മറ്റേ അലൻ ജോസ് അല്ലേ, നിന്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ ഞാൻ വേറെ റേഞ്ചിടാ, രേണു ഫയർഡാ, ആ ഒരു സെറ്റപ്പിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. വിളിച്ചപ്പോൾ എന്റെ വർക്കിൽ വിളിച്ചപ്പോൾ ഒന്നും വരാൻ പറ്റില്ല എന്നാണ് അവന്റെ വർക്കിലൊന്നും വരാൻ പറ്റൂല എന്നാണ് രേണു പറഞ്ഞതെന്നാണ് അലൻ പറയുന്നത്. ഇതിനകത്ത് ഇത് പറയുന്നത് അലൻ ആയതുകൊണ്ട് നമ്മളൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് രേണു ആയതുകൊണ്ട് നമ്മൾ വീണ്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അലനോട്, മോനെ അവിടെ ഒരു പുലി നിൽക്കുന്നു, നീ കണ്ടോടാൻ നിൽക്കുമ്പോഴത്തേനും ആ പുലി പെട്ടെന്ന് ആനയായിട്ട് മാറിയിട്ട്, ആ ആന പെട്ടെന്ന് കുതിരയായിട്ട്, ആ കുതിര പെട്ടെന്ന് മാനായിട്ട്, ആ മാൻ പെട്ടെന്ന് മനുഷ്യനായിട്ട്, ആ മനുഷ്യൻ എന്നോട് വന്ന് ചോദിച്ചു ഒരു ഡാൻസ് കളിക്കാൻ പോകും. ഇങ്ങനെ പറയുന്നവനാണ് ഈ അലൻ ജോസ് പെരേര. അതുകൊണ്ട് ഇവൻ പറയുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ നേരെ രേണുവിലേക്ക് വരുവാണെങ്കിൽ പുള്ളിക്കാരി ഇത് തന്നെ. ആദ്യം വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛൻ ബിഷപ്പിനെ തള്ളിപ്പറഞ്ഞു പുച്ഛിച്ച്. അത് കഴിഞ്ഞപ്പോ അവിടെ വീട് പണിഞ്ഞു കൊടുത്ത ഫിറോസിക്ക പുച്ഛിച്ചു, തള്ളിപ്പറഞ്ഞു. അപ്പോ എന്റെ ഇല്ലാത്ത സമയത്ത് എന്നെ ഹിറ്റാകാനായിട്ട് എന്റെ കൂടെ നിന്ന് എന്റെ സുഹൃത്തുക്കളെ തള്ളിപ്പറയും, പുച്ഛിക്കും. അതാണ് രേണുവിന്റെ ഒരു സ്കീമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് അലൻ പറയുന്ന വാക്കോടെ കേൾക്കാം. ബിഗ് ബോസിൽ വിന്നറായി നിൽക്കുന്ന ആൾക്കാര് അറിയാൻ പാടില്ല, അവരെ കുറിച്ച് എനിക്ക് അവരോട് ചാൻസ് വെച്ചിട്ടില്ല. പക്ഷെ ഈ വിന്നറായിട്ട് നിൽക്കുന്ന ആളെ കുറിച്ച് അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാ പിന്നെ ഈ വിന്നറിനെ കുറിച്ച് പറയുന്നേ? നമ്മുടെ ടോപ്പിക്ക് വിന്നർ അല്ല അത്. അവിടെ പോയിട്ട് എനിക്ക് വയ്യ, എനിക്ക് എന്റെ കിച്ചുവിനെ കാണണം, എനിക്ക് എന്റെ ഋതപ്പനെ കാണണം, എനിക്ക് ഇറക്കി വിടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന രേണുവിനെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ എന്തിനാ വിന്നറിനെ കുറിച്ച് സംസാരിക്കുന്നത്? ആവശ്യത്തിലധികം കോൺട്രവേഴ്സികൾ അപ്പുറത്തുണ്ടാക്കുന്നുണ്ട്. അവരവരുടെ കോൺട്രവേഴ്സികളായിട്ട് പൊക്കോട്ടെ, നീ നിന്റെ കോൺട്രവേഴ്സിലേക്ക് വാ മോനെ. രേണു ചേച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണക്കാരുടെ ഒരു സാധാരണക്കാരിയായ വ്യക്തി എന്നോട് വർക്ക് ചെയ്യപ്പോ രേണു സാധാരണ ആളെ വേണ്ടത്ര പിടിയില്ലെന്ന് തോന്നല്ലോ. ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. വരുവുള്ളൂ, എന്നെ ആദ്യം വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ചേച്ചിയോട് എനിക്ക് വാക്ക്, എന്തെങ്കിലും പ്രായം കൊണ്ട് മൂത്തതാണ് ചേച്ചി, 30 വയസ്സിന് മുകളിലാണെന്ന് തോന്നുന്നു. എന്തായാലും അതെന്തിനാ ഇവിടെ പറഞ്ഞേ? എന്നെ കൊണ്ട് പ്രായത്തിൽ മൂത്തതാണ് രേണു സുധി ചേച്ചി, 30 വയസ്സുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 26-24 വയസ്സുള്ളൂ കേട്ടോ. ഇതെന്തിനത് പറഞ്ഞേ? ഇത്രയൊക്കെ പ്രായമായില്ലേ, പ്രായത്തിന്റെ പക്വത കാണിക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങളൊക്കെ കിളവിയായി, ഞാൻ ചെറുപ്പക്കാരൻ, ഞാനാണ് പുതിയ താരം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ പാടില്ല. ഇപ്പന്മാരൊക്കെ എന്തിനാ പറയുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അപ്പൊ നമ്മളൊരു ഏകദേശം വെച്ചിട്ട് നമ്മൾ ഊഹിച്ചോരാന്നൊക്കെ നമ്മളും അങ്ങ് എടുക്കും. എന്റെ പ്രായം 24 വയസ്സാണ്. ഇനിയുള്ള നായികമാര് 30 വയസ്സിനും 20 വയസ്സിനും താഴെയായിരിക്കും എന്ന് ഞാൻ കേരള ജനതയോട് ഉറപ്പ് തരികയാണ്. കേരള ജനതയോട് അലൻ ജോസ് പെരേര ഉറപ്പ് വന്നിരിക്കുന്നത് ഇനിയുള്ള നായികമാരെല്ലാം 24-25 വയസ്സിലേ വരത്തുള്ളൂ. അത് കേരള ജനതയ്ക്ക് അലന്റെ ഉറപ്പാണിത്. അലൻ ഉറപ്പ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പിന്നെ അത് അച്ചട്ട് സാധനമാണ്. ഇനിയുള്ള ഒരു കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആയിരിക്കും. കാരണം എന്നോട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആയിരിക്കും. എനിക്ക് 24 വയസ്സുണ്ട്. അപ്പൊ ഇനി ഞാൻ കേരള ജനതയോട് പറയാണ്, ഇനി 24-25 വയസ്സുള്ളവരായിരിക്കും നായികമാര്. അത് എന്റെ കൂടെ അഭിനയിക്കാൻ ഇപ്പോ നായികമാരൊക്കെ വന്നു തുടങ്ങി. എന്റെ കൂടെ അഭിനയിക്കാൻ നായികമാര് വന്നു തുടങ്ങി. സോ ഇനി 24 വയസ്സുള്ളവരൊക്കെ ആയിരിക്കും അഭിനയിക്കാൻ വരുന്നത്. അനിയ, നിന്റെ കൂടെ ഒരാൾ അഭിനയിക്കാൻ വരുന്ന അത്ഭുതമായിട്ട് നീ തന്നെയാണോ കാണുന്നത്? അലന് തന്നെ അതൊരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഒരു ട്രോളത്തിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ?
തന്നെ ഒരു രേണുസുതി പോയി കഴിഞ്ഞാൽ 100 രേണുസുതിമാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അലിൻ ജോസ് പെരേരയുടെ ഒരു വർക്കിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് രേണുസുതി, അല്ലാണ്ട് അതിൽ കമ്മിറ്റുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല. അലൻ ജോസിന്റെ ഒരു ആൽബത്തെ ഒരു വർക്കിൽ അഭിനയിച്ച ഒരു നടി മാത്രമാണ് രേണു. അല്ലാതെ എനിക്ക് ഇനിയിപ്പോ രേണുവായിട്ട് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ തമ്മിലുള്ള സകല ബന്ധവും ഈ ഒരു നിമിഷത്തോടെ ഇവിടെ വെച്ച് വിച്ഛേദിച്ചിരിക്കുകയാണെന്നാണ് അലൻ പറയുന്നത്. അപ്പോൾ അത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ 3ാം ചരമവാർഷികത്തിനകത്ത് പോയിട്ട് ആരെങ്കിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ ഞാനിവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡാൻസ് ഒക്കെ നമുക്ക് കാണേണ്ടി വരും. അതൊന്നും ഇല്ലാത്തത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് ആ ഒരു സമയത്ത് രേണു ഇവനുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ അവിടെ പോയി ഡാൻസ് കളിച്ച് വള്ളിക്കകത്ത് രേണു കൊണ്ട് തലവെച്ച് അതെനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ രേണുവിന്റെ ഒരു ബേസിക് നേച്ചർ വെച്ചിട്ട് വന്ന വഴി മറക്കും. ഒരു വഴി കൂടെ വന്നിട്ട് ഈ വഴിയാണല്ലോ ഞാൻ വന്നത്, പക്ഷെ ഇനി ഞാൻ ആ വഴിയല്ലേ പോണ്ടേ, ഈ വഴി അങ്ങ് മായ്ച്ചളഞ്ഞേരെ, ഇതങ്ങ് ബ്ലോക്ക് ചെയ്തേരെ. ആ ഒരു സെറ്റപ്പാണ് രേണുവിന്റെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് രേണു ചെയ്യുന്നൊരു പുത്തരിയല്ല. അപ്പോ ഇപ്പൊ പറയാനുള്ളത്, ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ആദ്യം വിളിച്ചപ്പോ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു വർക്കിൽ വിളിക്കുമ്പോൾ ഞാൻ വലിയ കാശ് പഠിച്ചിട്ടാണ് പോകുന്നത്, ഞാൻ ബാൻഡ് അടുത്ത് പോകില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് പറയാനാണ്, ബിഗ് ബോസിൽ എത്ര കഷ്ടം. പോട്ടെങ്കിൽ പോട്ടെന്ന് വെക്കുക, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നേ? ആ വോട്ട് പുല്ല്, അത്രേ ഉള്ളൂ സംഭവം. പുതിയ നായകന്മാരൊക്കെ വന്നു തുടങ്ങിയല്ലോ, അവരെ വെച്ച് അഭിനയിപ്പിക്കുക. ഇപ്പൊ ഈ അലൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, രേണു പറഞ്ഞു 10,000 രൂപയ്ക്കൊന്നും അഭിനയിക്കില്ല, ഞാനിപ്പോ ബിഗ് ബോസ് ഫെയിം ആണ്, ഞാൻ വലിയ തുകയ്ക്ക് മാത്രം അഭിനയിക്കുമെന്ന് പറഞ്ഞു. ഇത് ആദ്യം ഒന്നും രേണുവിന്റെ പ്രതികരണം വന്നില്ല. പകരം രേണു ആരോ ചെയ്തൊരു സാധനം കൊളാബടിച്ചിട്ടതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു, അതാണ് സെയിം സാധനം എന്നുള്ളതിനാണ് രേണു ആ കൊളാബ് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സാധനം അല്ലെങ്കിൽ ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിലാണ് നമ്മളത് കൊളാബടിക്കുന്നത്. ആ കൊളാബ് നമുക്കൊന്ന് കേൾക്കാം. അത് 2 പൊട്ടന്മാരിരുന്നിട്ട് ഒരു ലോഡ് പൊട്ടത്തരം കടന്ന് വിളമ്പുന്നതാണ് ആ കൊളാബ്. നമുക്ക് കാണാം. രേണു സുധിയെ പറ്റി നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരു വിവാദം വന്നായിരുന്നു. അലൻ ജോസ് ലൈവിൽ വന്നതിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ, രേണു സുധീനെ ഒരു വർക്കിനെ വിളിച്ചിട്ട് രേണു സുധി പോയില്ല. അതാണ് പുള്ളിക്കാരന് ഈ ഒരു ലൈവ് വരാനുള്ള കാരണം. അതിൽ വന്നിട്ട് പുള്ളി പറയുന്നതെല്ലാം വിവരക്കേടാണ്. മനസ്സിലായി? ആ പുള്ളിക്കാരൻ പറയുന്ന എല്ലാം വിവരക്കേടാട്ടോ. വളരെ കറക്റ്റുള്ള സാധനം ഇവർ പറഞ്ഞു തരും, നമുക്ക് കേൾക്കാം. ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട്. ഇപ്പൊ അലൻ ജോസ് പെരേരയുടെ ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ അഖിൽ ഞാൻ പോകത്തില്ല. അല്ലെ, നമ്മളെല്ലാവരും ആർട്ടിസ്റ്റ് ആണ്, അല്ലെ, എല്ലാവരും ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അലൻ്റെ ഒരു വർക്കിന് വിളിച്ച അഖില് പോകത്തില്ല. നമ്മളെല്ലാം ആർട്ടിസ്റ്റ് ആണ്, നമ്മളെല്ലാം നല്ല നല്ല വർക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രേണു ഇതിനു മുമ്പ് ഈ അലൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ അങ്ങനെ അടച്ചാക്ഷേപിച്ച് പുച്ഛിക്കേണ്ട കാര്യമില്ല. അവൻ്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പേയ്മെന്റ് എനിക്ക് ഓക്കെ അല്ല എന്നുള്ളത് മാന്യമായിട്ട് പറഞ്ഞവർക്ക് ഒഴിവാക്കാം. അതിന് പകരം ഇവരിരുന്ന് ന്യായീകരിക്കുകയാണ്. അവനെപ്പോലുള്ള മറുപടിയൊക്കെ എങ്ങനെയാ അഭിനയിക്കുന്നത്, നീ അഭിനയിക്കുവോ? ഞാൻ അഭിനയിക്കത്തില്ല, അതുകൊണ്ട് രേണു അഭിനയിച്ചില്ല. പക്ഷെ രേണു ഇവന്റെ കൂടെ, അതായത് രേണു അപ്കമ്മിങ് ആയിട്ടിരുന്ന സമയത്ത് രേണുവിന് സാമ്പത്തികം വേണം, അതിന് എന്ത് വർക്കും എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവന്റെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഇവനൊക്കെ രേണു സുധി ചേച്ചി എന്ന് പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് എല്ലാം കിട്ടി അവര് മറ്റൊരു നിലവാരത്തിലേക്ക് കയറി, ഇപ്പൊ ബിഗ് ബോസിൽ കയറി മറ്റൊരു ഫെയിമിലേക്ക് എത്തിയപ്പോഴത്തേനും ഇനി അവന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതാണോ നിങ്ങളുടെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സാധനം? നല്ല മക്കൾ, അപ്പൊ നിങ്ങൾക്ക് നല്ല ഭാവി ഞാൻ കാണുന്നു. അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല വെള്ളം ഏത് ചെളിവെള്ളം ഏതെന്നുള്ള നമുക്ക് തിരിച്ചറിയാൻ. നല്ല വെള്ളവും ചെളിവെള്ളവും തിരിച്ചറിഞ്ഞിട്ടാണ് അല്ലൂടെ പോഞ്ഞത്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വരെ ഈ ചെളിവെള്ളം എന്തോ അമൃതായിരുന്നു. ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോ ചെളിവെള്ളം, അലൻ ചെളിവെള്ളം അങ്ങോട്ട് മാറ്റി, നല്ല വെള്ളം ബാ നല്ല വെള്ളം ആരാ? മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കൂടെ അപ്പൊ ഞാൻ അഭിനയിക്കത്തുള്ളൂ അല്ലേ? നല്ലതാ. അത് ഇവർ പറയുന്ന എക്സാമ്പിൾ ആണ്. നല്ല വെള്ളം, ചെളിവെള്ളം. നീ ആർട്ടിസ്റ്റില്ലേ, നീ ചെളിവെള്ളത്തിൽ അഭിനയിക്കത്തില്ലല്ലോ, നമ്മൾ ചെളിവെള്ളത്തിൽ അഭിനയിക്കത്തില്ല. നമ്മൾ നല്ല ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് നമ്മൾ പിടിച്ച് തിന്നാം അല്ലേ? അത്യാവശ്യം നല്ല വർക്കുകളല്ലേ പോകുള്ളൂ അല്ലെ? രേണു സുധിയെ പോലുള്ള ഒരു വ്യക്തി ഇപ്പൊ ബിഗ് ബോസും കഴിഞ്ഞ് വളരെ ഒരുപാട് വർക്കുകൾ കിട്ടി നല്ല തിരക്കുള്ള ഒരു സമയമാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ ഈ പുള്ളിക്കാരി പുറത്തു പോയിരുന്നു, നാട്ടിൽ തന്നെ ഒരുപാടധികം വർക്കുകളുണ്ട്. ഇത്രയും തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു വർക്ക് എന്തുകൊണ്ട് റിജക്ട് ചെയ്ത് നന്നായി മനസ്സിലായി. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രേണു ഇപ്പൊ വളരെ സെലക്റ്റീവ് ആയിട്ടുണ്ട് വർക്കുകൾ ചൂസ് ചെയ്യുന്നതിലും. ഇപ്പൊ ഈ രേണു സെലക്റ്റീവ് ആകുന്നതും ആ വർക്ക് റിജക്ട് ചെയ്തതും രേണു നല്ല വർക്കുകൾ ചെയ്യുന്നതും ഒന്നും പ്രശ്നമല്ല. പക്ഷെ അലൻ പറയുന്ന പോയിന്റ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ 10,000 രൂപയ്ക്കൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വലിയ വലിയ പേയ്മെന്റ് വർക്ക് ചെയ്യത്തുള്ളൂ, നിന്നെപ്പോലുള്ളവരോട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന സാധനമാണ് രേണു പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ അതേപോലെ സാധനം തന്നെയാണ് രേണു പറഞ്ഞത്. രേണു പറഞ്ഞതിലേക്ക് നമുക്ക് വരാം അല്ലേ? എല്ലാത്തിനും വളരെ സെലക്റ്റീവ് ആയിട്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലൻ ജോസ് പെരേര വിളിച്ചപ്പോ നോ പറഞ്ഞത്. അതാണ് അലൻ ജോസ് വിളിച്ചപ്പോ നോ പറഞ്ഞത്. എടാ പേരെന്താ ഈ ഇരിക്കുന്ന 2 പേരും? മറ്റേ പുള്ളിയുടെ പേര് അഖിൽ എന്ന് പറഞ്ഞു, നമ്മുടെ പേരെന്തായിരുന്നു? പക്ഷെ ഈ അലനെ എല്ലാവർക്കും അറിയാം. പോസിറ്റീവോ നെഗറ്റീവോ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അവനുണ്ടാക്കി അവന്റെ യൂണിവേഴ്സിൽ അവൻ പോട്ടെ, അവൻ കാണിക്കുന്ന തെറ്റിനെ നമ്മൾ വിമർശിക്കുക, അവൻ ചെയ്യുന്ന നല്ലതിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യും. പക്ഷേ അവൻ ഒരു കഴിവ് കേട്ടവൻ. എനിക്ക് ഈ അലനൊന്നും പേഴ്സണലി താല്പര്യമില്ല, പക്ഷെ അവൻ എന്ത് പുല്ലിൽ കാണിച്ചിട്ട് പോട്ടെ, അവനെ ഇൻസൾട്ട് ചെയ്യണം. നമ്മളൊക്കെ വലിയ ആർട്ടിസ്റ്റ്, അലന്റെ വർക്കിൽ പോവുക, നമ്മൾക്ക് ഭയങ്കര റേഞ്ച് ഉള്ളമാര് മറ്റൊരുത്തനെ അപമാനിച്ച്. കോമൺ സെൻസ് ഉള്ള ആരായാലും നോയെ പറയത്തുള്ളൂ, മനസ്സിലായി? ആ നോ പറഞ്ഞ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ടാണ് രേണു സുധിക്ക് കോമൺ സെൻസ് വന്നത് കേട്ടോ. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കോമൺ സെൻസ് ഇല്ല, അലൻ്റെ കൂടെ പോകുമായിരുന്നു. ബിഗ് ബോസിൽ പോയിട്ട് പെട്ടെന്ന് മറ്റേ ഇരുന്ന് അവിടെ നിന്ന് കിച്ചുവിനെ കാണാൻ ഋതപ്പിനെ കാണണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചപ്പോഴത്തേനും തലയിൽ ആപ്പിൾ വന്ന് വീണപ്പോഴത്തേനും ബോധോദയുണ്ടായി. അപ്പൊ ഞാൻ ചിന്തിച്ചു, എനിക്ക് കോമൺ സെൻസ് തോന്നുന്നു, ഇനി ഞാൻ അലൻ്റെ കൂടെ അഭിനയിക്കത്തില്ല എന്ന് രേണു തീരുമാനിച്ചു. എന്റെ പൊന്നനിയെ, ഈ രേണു ഇവന്റെ കൂടെ ഒക്കെ തന്നെയാണ് കുറെ നാള് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഒരു വൈരാഗ്യമായിട്ടാണ് അലഞ്ചസ് വരെ ലൈവിൽ വന്നത് രേണുവിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രേണുവിന്റെ ഏജിനെ പറ്റിയൊക്കെ പറയുന്നു. അത് അങ്ങനെ ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല. രേണുവിന്റെ ഏജിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഒരാളെ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഏജിനെ കുറിച്ചിട്ടൊന്നും പറയുന്നത് തെറ്റാണ് എന്ന അഭിപ്രായമാണ് ഇവര് നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. അവന്മാര് അത് പറഞ്ഞിട്ട് ആ നാക്കകത്തോട്ട് ഇട്ടിട്ട് തൊട്ടടുത്ത് പറയുന്ന ഡയലോഗ് നിങ്ങളൊന്ന് കേട്ടോണേ. കാര്യം ഏജ് എത്ര ആയിക്കോട്ടെ, എങ്കിൽ ഏജ് അലഞ്ചസ് പെരേനെ കാട്ടിയും കൂടുതലാണ്. അലഞ്ചസ് പെരേര 24 വയസ്സുകാരനെന്ന് പറഞ്ഞു നിൽക്കുന്നത്. പുള്ളിയെ കണ്ടാൽ തന്നെ 40 വയസ്സ് തോന്നി. ഏജിനെ കുറിച്ച് നമ്മൾ പറയല്, ഒരാളുടെ പ്രായം കൂടുതലാണെന്ന് പറയരുത്, അത് തെറ്റാണ്. അലൻ 24 വയസ്സെന്നൊക്കെയാ പറയുന്നത്. അവനെ കണ്ടായിരുന്നു 40 വയസ്സ് തോന്നുന്നു അവനെ. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് മറ്റൊരാളുടെ ഏജിനെ പറയരുതെന്ന് പറഞ്ഞിട്ട് മോൻ എന്താ മോനെ കാണിച്ചേ? മോൻ അവന്റെ ഏജിനെ തന്നെ അല്ലയോ പറയുന്നത്? അതായത് ആശാൻ അടുപ്പിൽ ഊതാം, ശിഷ്യന്മാരെ പക്ഷെ ഊതാൻ പാടില്ല കേട്ടോ. എനിക്ക് അറിയത്തില്ല എത്രയാണ് പുള്ളിയുടെ വയസ്സെന്നുള്ള എനിക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളി പറയുന്നത് പറഞ്ഞാൽ രേണുവിന് ഇത്രയും വയസ്സുണ്ട്, പിന്നെ വയസ്സുണ്ടെങ്കിൽ പിന്നെ എന്തിനു വർക്കിന് വിളിക്കാൻ പോയി? രേണു വയസ്സ് കുറച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നേടിക്കൊണ്ട് നടക്കുന്നില്ല. അലഞ്ചസ് പെരേരാണ് എല്ലാ വർക്കിലും വന്ന് എനിക്ക് ആ വയസ്സ് ഇതങ്ങ് വെളുപ്പിക്കാണ്, കുമ്മായം വാരി പൊത്തുവാണ് ഈ പുള്ളിക്കാരൻ. ഇനി ഈ ഒരു വിഷയത്തിൽ രേണു യാതൊരു പ്രതികരണവും നടത്തിയില്ല. ഈ ഒരു സ്റ്റോറി കൊളാപടിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ രേണുവിന്റെ പ്രതികരണം രംഗത്ത് വന്നു. രേണുവിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. രേണു ഈ പറഞ്ഞ സാധനം തന്നെ പറഞ്ഞേക്കാം, നമുക്ക് കാണാം. നമ്മളിപ്പം ഞാൻ എല്ലാവർക്കും അറിയാം, ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ബിഗ് ബോസിന് മുന്നുള്ള രേണു സുധി ഒരുപാട് ഉറക്കാണ് ചോടി നടന്നത്. പേയ്മെന്റ് ഇച്ചിരി കുറച്ച്. ബിഗ് ബോസിന് മുമ്പുള്ള രേണു ഉണ്ടല്ലോ, ആ രേണു ഒരുപാട് കോപ്രായങ്ങളൊക്കെ കാണിച്ചെന്ന് ചെറിയ പേയ്മെന്റിന് നടന്ന രേണു. ഇപ്പൊ ഞാൻ ബിഗ് ബോസിലൊക്കെ പോയിട്ട് വന്ന രേണു, ഈ രേണു ആ രേണുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നോട് സംസാരിക്കുന്ന ഫസ്റ്റ് എന്റെ മാനേജറിനോട് സംസാരിക്കണം, മനസ്സിലല്ലോ? യു ഗോട്ട് ഇറ്റ്. അതായത് എനിക്ക് വണ്ടിക്കൂലിയും കഴിഞ്ഞിട്ട് കിടക്കുന്ന വീട്ടിൽ കൊടുക്കാൻ കുറച്ച് അറിയാലോ നിങ്ങൾക്ക്. പബ്ലിക്കായിട്ട് 5, 4, 3 രൂപയ്ക്കൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതിൽ കുറച്ച് പൈസ കൂടുതൽ മേടിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. അത് അലിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അലിന് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി. അപ്പൊ നമ്മള് ആ പൈസക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ്, അതല്ല ഇഷ്ടപ്പെട്ടില്ല. ഒരു സൗഹൃദത്തിന്റെ പേരിൽ പോലും ഒരു വർക്കൊന്നും നമ്മളിങ്ങനെ ചെയ്യാൻ തയ്യാറില്ല. അതൊക്കെ രേണുവിന്റെ ഇഷ്ടമാട്ടോ. ഇതിനകത്ത് അലനും കണക്കാണ്, രേണുവും കണക്കാണ്. അതുകൊണ്ട് ആരുടെ സൈഡിലാണ് ന്യായമെന്ന് എനിക്കറിയാൻ പാടില്ല. മറ്റേ ചെണ്ട വന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന ഒരു സെറ്റപ്പാണ് ഈ സെറ്റപ്പ്. നിങ്ങൾക്ക് എന്താണ് ഇതെന്ന് മനസ്സിലായെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തി. ബൈ.